ലോകത്തെ ഞെട്ടിച്ച് ഭാരതം ജപ്പാനെ മറികടന്ന് 4ാം സ്ഥാനത്തേക്ക് കഴിഞ്ഞ ഒരു വർഷമായി നമ്മളെല്ലാവരും വലിയ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വാർത്ത ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തു വന്നിരിക്കുകയാണ്. ലോക സാമ്പത്തിക ക്രമത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം നടത്തിയിരിക്കുന്നു. ഭാരതം എപ്പോൾ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകും എന്ന ചോദ്യത്തിന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ മറുപടി നൽകിയിരിക്കുകയാണ്. ജപ്പാനെ പിന്നിലാക്കി ഭാരതം ലോകത്തിലെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നു. 2026 പുതുവർഷം കഴിഞ്ഞപ്പോൾ തന്നെ ലഭിച്ച ഈ വാർത്ത ഓരോ ഭാരതീയനും അഭിമാനകരമാണ്. എന്നാൽ എന്താണ് ഈ 4ാം സ്ഥാനം കൊണ്ട് അർത്ഥമാക്കുന്നത്? വെറും അക്കങ്ങളിലെ കളി മാത്രമാണോ ഇത്? സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഇതിന് എന്ത് പ്രസക്തിയുണ്ട്? അടുത്ത 3 വർഷത്തിനുള്ളിൽ ജർമ്മനിയെ മറികടക്കുമെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോൾ അതിന്റെ വസ്തുതകൾ എന്തൊക്കെയാണ്? എന്താണ് ഈ ഗോൾഡി ലോക്സ് മൂവ്മെന്റ്? ഭാരത സർക്കാർ പുറത്തിറക്കിയ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ റിപ്പോർട്ടിലെ പ്രധാനമായും എടുത്തു പറയുന്ന ഒന്നാണ് ഗോൾഡി ലോക്സ് മൂവ്മെന്റ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതൊരു അപൂർവമായ അവസ്ഥയാണ്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച വളരെ വേഗത്തിലാകുകയും എന്നാൽ വിലക്കയറ്റം അഥവാ പണപ്പെരുപ്പം നിയന്ത്രണവിധേയമാകുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇത്. സാധാരണയായി വളർച്ച കൂടുമ്പോൾ സാധനങ്ങളുടെ വിലയും കുതിച്ചുയരാറുണ്ട്. എന്നാൽ ഭാരതത്തിൽ ഇപ്പോൾ വളർച്ചാ നിരക്ക് ഉയർന്ന നിലയിലും പണപ്പെരുപ്പം താഴ്ന്ന നിലയിലുമാണ്. ഇത് നിക്ഷേപകർക്കും സാധാരണക്കാർക്കും ഒരേപോലെ അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. നോമിനൽ GDP ഭാരതം എവിടെ നിൽക്കുന്നു? നമ്മൾ ഈ റാങ്കിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് നോമിനൽ GDP അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതായത് നിലവിലുള്ള വിപണി വിലയും ഡോളറുമായുള്ള വിനിമയ നിരക്കും കണക്കാക്കിയുള്ള മൂല്യം. സർക്കാർ കണക്കുകൾ പ്രകാരം ഭാരതത്തിന്റെ GDP ഇപ്പോൾ ഏകദേശം 4.187 ട്രില്യൺ ഡോളർ ആണ്. ജപ്പാൻ ഇതിന് തൊട്ട് പിന്നിലായി 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. നിലവിലെ ലോകക്രമം ഇങ്ങനെയാണ്: അമേരിക്ക ഏകദേശം 28 ട്രില്യൺ ഡോളർ, ചൈന ഏകദേശം 18 ട്രില്യൺ ഡോളർ, ജർമ്മനി 4.5 ട്രില്യൺ ഡോളറിന് മുകളിൽ, ഭാരതം 4.187 ട്രില്യൺ ഡോളർ, ജപ്പാൻ 4.1 ട്രില്യൺ ഡോളറിന് താഴെ. ജപ്പാനെ ഭാരതം എങ്ങനെ മറികടന്നു? വർഷങ്ങളോളം സാങ്കേതിക വിദ്യയിലും സമ്പത്തിലും മുന്നിട്ടു നിന്ന ജപ്പാനെ ഭാരതം എങ്ങനെ പിന്നിലാക്കി എന്നത് അത്ഭുതകരമായി തോന്നാം. ഇതിന് പ്രധാനമായി 3 കാരണങ്ങളാണ് ഉള്ളത്. വളർച്ചാ നിരക്കിലെ വ്യത്യാസം. ജപ്പാൻ ഒരു വികസിത രാജ്യമാണ്. അവിടെ വളർച്ചാ സാധ്യതകൾ പരിമിതമാണ്. കഴിഞ്ഞ 30 വർഷമായി ജപ്പാന്റെ വളർച്ചാ നിരക്ക് വെറും 1% താഴെയാണ്. എന്നാൽ ഭാരതം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയാണ്. നമ്മുടെ ശരാശരി വളർച്ചാ നിരക്ക് 6% മുതൽ 8% വരെയാണ്. രണ്ടാമതായി ജനസംഖ്യാ ഘടന. ജപ്പാനിലെ ജനസംഖ്യ പ്രായമേറിയവരുടേതാണ്. അവിടെ ജോലി ചെയ്യാൻ ആവശ്യമായ യുവാക്കൾ കുറവാണ്. എന്നാൽ ഭാരതത്തിന്റെ ശരാശരി പ്രായം 28 വയസ്സാണ്. ലോകത്തിലെ ഏറ്റവും വലിയ യുവജന ശക്തി നമുക്കുണ്ട്. ഇത് ഉൽപാദനവും ഉപഭോഗവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. കറൻസിയുടെ മൂല്യം. നോമിനൽ GDP ഡോളറിലാണ് കണക്കാക്കുന്നത്. ജപ്പാനീസ് കറൻസിയായ യെൻ ഡോളറിനെ അപേക്ഷിച്ച് വലിയ ഇടിവ് രേഖപ്പെടുത്തി. ഇത് അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ ഡോളർ മൂല്യം കുറയ്ക്കാൻ കാരണമായി. ഭാരതത്തിന്റെ വളർച്ചയുടെ പിന്നിലെ ചാലക ശക്തികൾ എന്തെന്നാൽ നമ്മുടെ ഈ കുതിച്ചുചാട്ടത്തിന് പിന്നിൽ കൃത്യമായ ചില കാരണങ്ങളുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനം. ഹൈവേകൾ, റെയിൽവേ, വിമാനത്താവളങ്ങൾ, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയിൽ സർക്കാർ നടത്തുന്ന വൻ നിക്ഷേപം ചരക്ക് നീക്കത്തിന്റെ ചിലവ് കുറച്ചു. നിർമ്മാണ മേഖല. മേക്ക് ഇൻ ഇന്ത്യ, PLI സ്കീമുകൾ എന്നിവ വഴി ഇലക്ട്രോണിക്സ്, ഡിഫൻസ്, ഫാർമ മേഖലകളിൽ വലിയ ഉൽപാദനം നടക്കുന്നു. ആഭ്യന്തര ഉപയോഗം. ഭാരതത്തിന്റെ GDPയുടെ 60% നമ്മൾ തന്നെ വാങ്ങുന്ന സാധനങ്ങളിൽ നിന്നും സേവനങ്ങളിൽ നിന്നുമാണ് ലഭിക്കുന്നത്. നമ്മുടെ വലിയ മധ്യവർഗ സമൂഹം ഈ വളർച്ചയുടെ നട്ടെല്ലാണ്. ഡിജിറ്റൽ വിപ്ലവം. UPI, ആധാർ, GST എന്നിവ വഴി സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമാവുകയും ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുകയും ചെയ്തു. ജർമ്മനിയെ അടുത്ത 3 വർഷത്തിനുള്ളിൽ മറികടക്കാനാകുമോ? ഭാരതത്തിന്റെ അടുത്ത ലക്ഷ്യം 3ാം സ്ഥാനത്തുള്ള ജർമ്മനിയാണ്. ജർമ്മനി ഇപ്പോൾ 4.5 ട്രില്യൺ ഡോളറിലധികം മൂല്യമുള്ള സമ്പദ് വ്യവസ്ഥയാണ്. എന്നാൽ അവർ നേരിടുന്ന പ്രധാന വെല്ലുവിളി ഊർജ പ്രതിസന്ധിയും ആഗോള വ്യാപാരത്തിലെ മാന്ദ്യവുമാണ്. കയറ്റുമതിയെ അമിതമായി ആശ്രയിക്കുന്ന രാജ്യമാണ് ജർമ്മനി. ഭാരതത്തിന്റെ നിലവിലെ വളർച്ചാ നിരക്ക് ഉദാഹരണത്തിന് കഴിഞ്ഞ ക്വാർട്ടറിലെ 8.2%
തുടരുകയാണെങ്കിൽ 2027-28 പരമാവധി 2030 ഭാരതം ജർമ്മനിയെ മറികടന്ന് ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകും. GDPയും പ്രതിശീർഷ വരുമാനവും. ഇവിടെയാണ് നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്. രാജ്യം 4ാം സ്ഥാനത്ത് എത്തിയെങ്കിലും ഓരോ വ്യക്തിയുടെ ശരാശരി വരുമാനത്തിൽ പെർ ക്യാപിറ്റൽ ഇൻകം നമ്മൾ ഇപ്പോഴും പിന്നിലാണ്. ജപ്പാനിൽ ജനസംഖ്യ 12.3 കോടി, പെർ ക്യാപിറ്റൽ ഇൻകം അമേരിക്കൻ ഡോളർ 34,000 രൂപ. ഭാരതം ജനസംഖ്യ 143 കോടി, പെർ ക്യാപിറ്റൽ ഇൻകം അമേരിക്കൻ ഡോളർ 2,800 രൂപ മാത്രം. ജപ്പാനിലെ ഒരു സാധാരണക്കാരൻ ഒരു ഭാരതീയനേക്കാൾ 12 മടങ്ങ് കൂടുതൽ സമ്പാദിക്കുന്നുണ്ട്. ഇതിനർത്ഥം സമ്പദ് വ്യവസ്ഥ വളരുന്നതിനോടൊപ്പം തന്നെ ആ വളർച്ചയുടെ ഗുണഫലങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുക, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുക തുടങ്ങിയ വലിയ വെല്ലുവിളികൾ നമുക്ക് മുന്നിലുണ്ട്. 4ാം സ്ഥാനത്തെത്തിയത് ഭാരതത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ മുൻതൂക്കം കിട്ടും. വിദേശ നിക്ഷേപം FDI. കൂടുതൽ ആഗോള കമ്പനികൾ ഭാരതത്തിൽ നിക്ഷേപം നടത്താൻ താൽപ്പര്യപ്പെടും. IMF, വേൾഡ് ബാങ്ക്, G20 തുടങ്ങിയ വേദികളിൽ ഭാരതത്തിന്റെ ശബ്ദത്തിന് കൂടുതൽ കരുത്തു ലഭിക്കും. വിതരണ ശൃംഖല. ചൈനയ്ക്ക് പകരമായി ലോകം ഭാരതത്തെ ഒരു വിശ്വസനീയമായ പങ്കാളിയായി കാണാൻ തുടങ്ങും. ഭാരതം ലോകത്തിന്റെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയത് വെറുമൊരു അക്കമല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമാണ്. IMF പോലുള്ള രാജ്യാന്തര ഏജൻസികൾ അവരുടെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാൻ ചെറിയ സമയമെടുക്കുമെങ്കിലും വസ്തുതകൾ സൂചിപ്പിക്കുന്നത് ഭാരതം ആ നാഴികക്കല്ല് പിന്നിട്ടു കഴിഞ്ഞു എന്നാണ്. 3ാം സ്ഥാനത്തേക്കുള്ള നമ്മുടെ യാത്ര ഇനി വളരെ വേഗത്തിലായിരിക്കും. എങ്കിലും കേവലം റാങ്കിങ്ങിൽ മാത്രം ഒതുങ്ങാതെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിലും നമുക്ക് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. വരും വർഷങ്ങളിൽ ഭാരതം ഈ പ്രതിസന്ധികളെയും അതിജീവിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നിങ്ങളോടുള്ള ചോദ്യം, ഈ വാർത്തയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? രാജ്യം 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ജർമ്മനിയെ മറികടന്ന് 3ാം സ്ഥാനത്തെത്താൻ ഭാരതം ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്? വലിയ GDP റാങ്കിംഗ് ആണോ അതോ ഉയർന്ന പ്രതിശീർഷ വരുമാനമാണോ ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ കരുത്ത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി മറ്റു പല ഗ്രൂപ്പുകളിലും വാട്സപ്പ്, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകൾ ഫോളോ ചെയ്യാൻ മറക്കരുത്.